ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് ദുഃഖത്തിലാണ് ഗൈസ്. ഞാൻ തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ദിവസം എണ്ണി എണ്ണി തീർക്കുന്ന ഒരു സമയമില്ലേ, ആ ഒരു ഫേസിലാണ് ഞാനിപ്പോൾ. പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ പോയല്ലേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് പോണേന്ന്. അവിടെ ജോലിയുണ്ട് ഇഷ്ടമാണ്, അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇപ്പോൾ ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. ഒരു നീണ്ട 6 മാസം നാട്ടിൽ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു ഹോം സിക്നെസ്സാണ്. സാധാരണ 1 മാസം വന്നിട്ട് പോകുമ്പോൾ ഇത്രയും ഫീൽ ചെയ്യാറില്ല, പക്ഷേ ഇപ്രാവശ്യം എന്തോ അറിയില്ല. അപ്പോൾ കരുതി ഞാൻ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് പപ്പടംസാണ്. അപ്പോൾ ആദ്യം ഞാൻ വറുത്തത് ചൗവരി പപ്പടം. അതൊരു അടാറ് സാധനമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, ഇഷ്ടമാവും. പിന്നെ ദാ ഈ ഒരു സാധനം, ഇത് ഗാർലിക്കിൻ്റെയാണ്. ഗാർലിക് പപ്പടം എന്നോ പ്രൈംസ് എന്നോ എന്ത് വേണേലും വിളിക്കാം, പക്ഷേ ഇത് എണ്ണയിലിട്ടാൽ എന്തായാലും മൂത്ത് വരും, അത് വേറെ കാര്യം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് അത്ര പിടിച്ചില്ല. ഇതൊരു കയ്പ്പ് പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. എന്തോ ഇത് ഒത്തില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയായില്ല. എനിക്കെന്തോ ഇത് ശരിയായില്ല. പിന്നെ ഉള്ളത് ദാ ഈ പല കളറിൽ മൾട്ടി കളർ പപ്പടം. ഇതെല്ലാം അരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ ബീട്രൂട്ട് ഉണ്ട്, ടൊമാറ്റോ ഉണ്ടായിരുന്നു, ചില്ലി ഉണ്ട്, പിന്നെ പുതിന ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, ഉലുവയുടെ ടേസ്റ്റ് ഉള്ള പപ്പടം കുറച്ച് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത് ഉലുവ പപ്പടം തന്നെയാണെന്ന്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചില്ലി പപ്പടമാണ്. അതൊരു ടേസ്റ്റ്, എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. കുറച്ച് എരിവൊക്കെ ഉള്ള, കുട്ടികളെ പറ്റിക്കാൻ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ 1-2 എണ്ണമൊക്കെ വറുത്ത് കൊടുക്കാം നോർമൽ പപ്പടത്തിന് പകരം. അങ്ങനെ കൊണ്ടുപോകാനുള്ള ഐറ്റംസിൽ ഞാൻ കുറച്ച് ഈ പപ്പടമും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വാങ്ങിക്കാനുണ്ട്. പോകും മുന്നേ ഉള്ള ഷോപ്പിംഗ് അതൊരു തലവേദന പിടിച്ച സംഭവം തന്നെ. എന്തൊക്കെ വാങ്ങിക്കണം, ലിസ്റ്റ് എഴുതി വെച്ച കാര്യങ്ങൾ, ലിസ്റ്റിൽ വിട്ടുപോയ കാര്യങ്ങൾ, പിന്നെ ആമസോണിലൊക്കെ ഓർഡർ ചെയ്താൽ പോകുന്നതിന് മുന്നേ കിട്ടണമല്ലോ. പലപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പോയി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും എൻ്റെ മിക്ക ഓർഡറുകളും വീട്ടിലെത്തുന്നത്. അങ്ങനത്തെ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? പിന്നെ മെയിനായിട്ടുള്ളത് പാക്കിംഗ് ആണ്. അതിനൊക്കെ സമയമുണ്ട് ഇനി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം പപ്പടംസ്. അപ്പോൾ ഇതൊക്കെയാണ് പപ്പടംസ്. ചൗരി പപ്പടം ഉണ്ട്, ഗാർലിക് ഉണ്ട്, അരിപ്പപ്പടംസ് ഉണ്ട്. അപ്പോൾ ഞാനിതെൻ്റെ മോന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അരിപ്പപ്പടവും ചൗരി പപ്പടവും തന്നെ. ചൗരി പപ്പടം ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ് സംഭവം.